ഹലോ സിനിമാ പ്രേമികളെ! ഏറ്റവും പുതിയ സിനിമാ റിവ്യൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ സിനിമ റിവ്യൂ വീഡിയോസിലും റിവ്യൂ പറയുന്നതിന്റെ കൂടെ ആ സിനിമയുടെ ഒരു വിഐപി എലമെന്റ് അല്ലെങ്കിൽ വിഐപി ഫാക്ടർ കൂടി ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കുന്നതാണ്. അപ്പോൾ സമയം കളയാതെ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു വിഐപി സിനി ലോഗ്. ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഈ സിനിമ കാണാൻ ഞാൻ ഒന്ന് രണ്ട് ദിവസം താമസിച്ചു. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ റിലീസിന് മുന്നേ തന്നെ ഈ സിനിമ ഇതിന്റെ പേരിന്റെ പേരിൽ കുറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. അതിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ സിനിമയെ പറ്റി പറയാം. നവാഗതനായ പ്രവീൺ നാരായണൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അല്ലെങ്കിൽ JSK. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് രണദീപ്, എഡിറ്റിംഗ് സംജിത് മുഹമ്മദ്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തത് ജിബ്രാനാണ്. അന്യായ സ്കോറായിരുന്നു. അതുപോലെ ഇതിന്റെ ഒരു ടൈറ്റിൽ സോങ് ആയ റൈസ് ഫ്രം ഫയർ അതും ചെയ്തത് ജിബ്രാനാണ്. ഈ പാട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു ആ പാട്ട് കേൾക്കാൻ. ബാക്കിയുള്ള പാട്ടുകളൊക്കെ സംഗീതം ചെയ്തത് ഗിരീഷ് നാരായണനാണ്. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ സുരേഷ് ഗോപിയും അനുപമ പരമേശ്വരനുമാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിലുള്ളത്. പിന്നെ മാധവ് സുരേഷ്, ശ്രുതി രാമചന്ദ്രൻ, ദിവ്യ പിള്ള, അഷ്കർ അലി, ബൈജു, യദു കൃഷ്ണൻ, ജയ് വിഷ്ണു, അങ്ങനെ കുറെ കുറെ ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് സുരേഷ് ഗോപിയുടെ പണ്ട് മുതലേ ചെറുപ്പം മുതലേ സുരേഷ് ഗോപിയുടെ ആ ഒരു സിനിമകളൊക്കെ കാണുന്നതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് ഈ സിനിമയിൽ സുരേഷ് ഗോപിയുടെ സ്ക്രീൻ പ്രസൻസും ആ ഡയലോഗ് ഡെലിവറി ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ ശബ്ദം. ഡയലോഗൊക്കെ പറയുമ്പോൾ ആ ശബ്ദം ഒരു രക്ഷയില്ലായിരുന്നു. അതുപോലെ അനുപമ, ശ്രുതി രാമചന്ദ്രൻ, ബൈജു ഇവരൊക്കെ അവരവരുടെ റോള് വളരെ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. മാധവ് സുരേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാധവ് സുരേഷിന് അധികം ഡയലോഗ്സ് ഒന്നുമില്ല ഈ സിനിമയിൽ. പക്ഷെ എന്തൊക്കെയോ എന്തൊക്കെയോ അപാകതകളുള്ളതായിപ്പോയി തോന്നി. പുള്ളി കുറച്ചും കൂടി ഒന്ന് ശരിയായി വരാനുണ്ട്. അതുപോലെ അഷ്കർ അലിക്ക് കുറച്ചും കൂടിയൊക്കെ നന്നാക്കായിരുന്നു. അദ്ദേഹം കുറേ നല്ലോണം ചെയ്യാൻ നോക്കി. പക്ഷേ കുറച്ചും കൂടിയൊക്കെ നന്നാക്കായിരുന്നു. പിന്നെ ഈ പടത്തിൽ കുറേ രാഷ്ട്രീയ എലമെന്റ്സ് ഉണ്ട്. കുറേ കുറേ എലമെന്റ്സ് അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. അത് ഓരോ സിനിമാക്കാർക്കും അവരവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ എടുത്തതായിരിക്കും. പക്ഷേ ഈ സിനിമയുടെ മെയിൻ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഇതിന്റെ കെട്ടുറപ്പില്ലാത്ത ഒരു തിരക്കഥ തന്നെയാണ്. ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല അത്യാവശ്യം എൻഗേജിങ് ആയി തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കുറേയിടത്തൊക്കെ ഒരു ലാഗ് ഫീൽ ചെയ്തു. കൂടുതൽ ഞാൻ കഥയിലേക്കൊന്നും കടക്കുന്നില്ല. കടന്നാൽ ചിലപ്പോൾ അത് സ്പോയിലർ ആയി പോകും. ഇനി ഈ സിനിമയുടെ വിഐപി ഫാക്ടറിലേക്ക്. JSKയിലെ ഫൈനൽ വെർഡിക്റ്റ് തന്നെയാണ് ഈ സിനിമയുടെ വിഐപി ഫാക്ടർ അല്ലെങ്കിൽ വിഐപി എലമെന്റ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 പറയുന്നത് റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി. അതെ, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം. ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും അന്തസ്സോടെ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള മൗലിക അവകാശം. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫൈനൽ വെർഡിക്റ്റ് തന്നെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമയിലെ വിഐപി എലമെന്റ്. അതെന്താണെന്നറിയാൻ നിങ്ങൾ എന്തായാലും സിനിമ തീർച്ചയായും കാണുക. ഇത്രയൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഈ സിനിമയെ പറ്റിയോ ഈ വീഡിയോ പറ്റിയോ നിങ്ങൾക്ക് എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം. വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.